I'm sorry. Sorry. എന്തിനാ കുട്ടി ഓടിയേ? അതുകൊണ്ടല്ലേ? അത് ഞാൻ അറിയാണ്ട്. കുട്ടി പോയിക്കോളൂ. കഴിഞ്ഞ തവണ ഉത്സവത്തിന് വന്നു പോയിട്ട് ഇപ്പോഴാ അച്ചോട്ടൻ വരണത്. ഞാൻ പഠിക്കുകയല്ലേ ലച്ചു, അങ്ങനെ എപ്പോഴും ഓടി വരാൻ പറ്റുമോ? എന്ന് തീരും ഈ പഠിപ്പ്? ഈ രീതിയിലാണെങ്കിൽ അധിക കാലം ഉണ്ടാവാൻ വഴിയില്ല, ഇല്ലേ അച്ചു? ലച്ചു പോയിക്കോളൂ. എടോ, ഈശ്വരൻ മനുഷ്യന്റെ തോളലിന് ബലം കൊടുത്തിരിക്കുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കാനല്ല, സഹായിക്കാനാണ്. കള്ള ജമാലെ, അച്ഛനറിയാതെ എത്ര ഹെൽപ്പ് ഞാൻ തനിക്ക് ചെയ്തു തന്നിട്ടുണ്ടോ. തന്റെ ഈ മരമോന്തയും വെച്ച് കോടീശ്വരനായ മൂസ ഹാജിയുടെ ഏക മകളെ താൻ പ്രേമിച്ച് വീഴ്ത്തിയപ്പോ അവളുടെ നിക്കാഹിന്റെ തലേന്ന് രാത്രി അവളെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് ഈ കൈകളിൽ ഏൽപ്പിച്ചതടക്കം എത്ര സംഭവങ്ങൾ. എന്നിട്ട് താൻ അത് മറന്നു. ഈടോ, ചന്ദ്രഗിരിയിൽ മാധവമേനോന്റെ മകന് പറ്റിയ ഒരു അബദ്ധം ഒരിറ്റ സഹതാപമില്ലാതെ തനിക്ക് വിളമ്പണമായിരുന്നു. പക്ഷേ ഒരവസരം വരും, അന്ന് ഞാൻ ഇതിനൊക്കെ പകരം വീട്ടിയില്ലെങ്കിൽ എന്റെ പേര്. വേഗം കുളിച്ച് റെഡിയാവാൻ പറഞ്ഞു അച്ഛൻ, ക്ഷേത്രത്തിൽ പോണം. ഓ, ഉത്സവത്തിന് കരിമരുന്ന് ഞങ്ങളുടെ വകയായിരിക്കൂ, ചെറിയ പള്ളിക്കാരുടെ വക. ഇത്തവണ പൊട്ടിക്കും. ചന്ദ്രഗിരിയിൽ നിറവേറുമായിട്ട് പെണ്ണുങ്ങളില്ലാത്ത നന്നായി, ഇല്ലെങ്കിൽ ഗർഭം കലങ്ങിയേനേം കുഴിയമിട്ട് പൊട്ടുമ്പോ. പഴയ പകയും വൈരാഗ്യവും ഒക്കെ മതിയാക്കാറായില്ലേ മൂന്നേട്ടാ? മതിയാക്കാൻ അതിന് ചെറിയ പള്ളിയിൽ ആൺതരികൾ ഇല്ലാണ്ടാവണം. ഞങ്ങളെ വെറും മൂന്നാം തരക്കാരാക്കി മൂലക്കിരുത്തി തമ്പുരാൻ ചമഞ്ഞ് നടക്കുന്നുണ്ടല്ലോ ചന്ദ്രഗിരിയിൽ മാധവൻ. ഒക്കെ അവസാനിപ്പിക്കും. ചോരയിറങ്ങി വരുന്നുണ്ട് വേറെ ചില ആളുകൾ. നീ കണ്ടോരക്കൂ, ഉത്സവത്തിന്റെ കൊടിയിറങ്ങുമ്പം വേറെ ചിലതിന്റെ ഒക്കെ കൊടിയേറും. പഴയ കണക്കിന്റെ നിരപ്പലക അത് പൊടി തട്ടി എടുക്കുന്നുണ്ട് മച്ചിന്റെ മോളിൽ നിന്ന്. ജയിക്കാൻ മാധവൻ കുറച്ച് ബുദ്ധിമുട്ടും. അവിടെ എങ്ങടാ? ആരെ കാണാനാ? അച്ചു. ആരാ? അച്ചുവിനെ അറിയില്ലേ? അച്ചു, അർജുൻ മാധവ്. താമസൊക്കെ ഇവിടെ തന്നെയാ. കുട്ടിയാരാ? ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാം, ഇങ്ങോട്ട് ചോദ്യം വേണ്ട. അതന്നെ എനിക്കും പറയാനുള്ളത്. ബാല്യക്കാരിയാ? ബാല്യക്കാരിയോ? ഞാനോ? ബാല്യക്കാരിയുടെ സ്ഥാനത്ത് നിക്കണം. തുളസിക്ക് വെള്ളം ഒഴിക്കുക, പാത്രം കഴുകുക, തുണി തീരുമുക, തൊഴുത്ത് വൃത്തിയാക്കുക, സമയാസമയം വല്ലതും വെച്ചുണ്ടാക്കുക. ഇതൊക്കെ അവരുടെ തൊഴില്, അല്ലാതെ വരുന്ന ഗസ്റ്റിന്റെ വേറെ ബോസ് ചോദിക്കലല്ല. ഡു ഐ മേക്ക് മൈ സെൽഫ് ക്ലിയർ ടു യു? അങ്കിൾ, ഗുഡ് മോർണിംഗ് അങ്കിൾ. അച്ചു എവിടെ? മോളുണ്ട്. ഹായ്. അത് ശരി, സുഖമായിട്ട് ഉറങ്ങാണല്ലേ? ശരിയാക്കി തരാം. കുട്ടി കാണൂ.
അച്ചു. ഏയ്. എന്താടാ എന്താണ്? അല്ല ഇത് ഒന്നുമില്ല. What a place, man. ആരത്? അച്ഛൻ്റെ ബാംഗ്ലൂരിലെ ബാംഗ്ലൂരിലെ? ബാംഗ്ലൂരിലെ കുട്ടി. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. യാത്രയൊക്കെ സുഖമായിരുന്നു? ഓ ആയിരുന്നു തമ്പുരാ. സുഖായിരുന്നു. എന്താ അച്ഛൻ നീ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നേ? ഏ? ഇവരെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ. ഉത്സവമല്ലേ, 3-4 ദിവസം നിന്നിട്ടൊക്കെ പോട്ടെ. നിന്നെ അറിയിക്കാതെ വിളിച്ചതിൽ പരിഭവം ഉണ്ടോ? അയ്യോ എവിടെന്ന്? അവൻ ഭയങ്കര ഹാപ്പി അല്ലേ അല്ലടാ അച്ചു? നിനക്ക് മര്യാദ ഇല്ലെങ്കിലും അച്ഛനുണ്ട്. യാത്രയ്ക്ക് സ്പെഷ്യൽ വണ്ടി അയക്കുമായിരുന്നു വിത്ത് ഹിസ് ലെഫ്റ്റ് ഹാൻഡ് ജമാൽ. അച്ചോട്ടാ, ഇതൊക്കെ എവിടെ വെക്കേണ്ടത്? തൽക്കാലം മുകളിൽ വെച്ചോളൂ. ആ, അച്ഛൻ്റെ ബാംഗ്ലൂരിലെ ബാംഗ്ലൂരിലെ കുട്ടി. സുന്ദരം ഞാനും എന്തടത്? ജസ്റ്റ് ഫോർ എ ചേഞ്ച്. പിന്നെ ഏതാ മോനെ ഈ ലച്ചു? ഏതായാലും നല്ല പൊരുത്തം. അച്ചു ലച്ചു, സ്വീറ്റ് നെയിം. എന്താടാ മറ്റവനാണോ? മൊറ മൊറ. ചുമ്മാ ഇരിക്കണം. ആണോടാ മൊറയാ? ശരി, അവള് അച്ഛന്റെ പഴയ ഒരു ആശ്രിതന്റെ മകളാ. ഒരു ആക്സിഡന്റിൽ അവളുടെ അച്ഛൻ മരിച്ചു പോയപ്പോ ആരും ഇല്ലാണ്ടായി പാവത്തിന്. അപ്പൊ കൂടെ കൂട്ടി അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ. അച്ചേട്ടാ താഴെ വിളിക്കണം. അവിടെ എല്ലാരും എത്തി. ഓ വേഗം വാ. ക്ഷേത്രത്തിലെ ദേവന് ചാർത്താനുള്ള തിരുവാഭരണം ദേശക്കാർ ഏറ്റുവാങ്ങുന്ന ചടങ്ങാ. ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ്. നോക്കണ്ട, അച്ചുവിന്റെ കാര്യത്തിൽ അവൾക്കൊരു പ്രത്യേക കെയർ ഉണ്ട്. ആ നിനക്കൊരു ഭീഷണിയാണ്. യു ബെറ്റർ ബി കെയർഫുൾ.